വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറേ അധികം ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ റെസിപ്പീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡിന്നർ റോളിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ഡിന്നർ റോൾ ഇത്ര സോഫ്റ്റ് ആവാനായിട്ടുള്ള കാരണം. അതെന്താണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഓണാക്കുക. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 4.5 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏകദേശം 1/2 കിലോ മൈദ ഉണ്ട്. 2.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1/3 കപ്പ് ഷുഗർ പൗഡറാണിത്. ഏകദേശം 70 ഗ്രാം ഉണ്ട്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 2 ടീസ്പൂൺ ഉപ്പ് പൊടി. അൺസോൾട്ടഡ് ബട്ടർ 6 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഏകദേശം 85 ഗ്രാം ഉണ്ട്. മുട്ട 2 എണ്ണം. 3/4 കപ്പ് വെള്ളം. അത് മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കണം. ഇനി എന്താണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. പൊട്ടറ്റോ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഡിന്നർ റോളിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പ് പൊട്ടറ്റോ വേവിച്ച് ഉടച്ചതാണ്. 213 ഗ്രാമാണ് ഉള്ളത്. ആദ്യം ഈ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. മാവ് കുഴയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മൈദ ഇടുക. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചു വെച്ചതും ഈസ്റ്റും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിക്കുക. മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. ചൂട് കൂടാൻ പാടില്ല. ചൂട് കൂടിയാൽ ഈസ്റ്റ് ആക്ട് ചെയ്യില്ല. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുഴയ്ക്കുക. ഈ മാവ് അല്പം സ്റ്റിക്കി ആയിട്ട് തോന്നുവാണെങ്കിൽ വെള്ളത്തിലോട്ട് കൈ ഒന്ന് തൊട്ടിട്ട് അത് വെച്ച് കുഴച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അല്പം ബട്ടർ കയ്യിലെടുത്ത് ഈ മാവിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്ത മാവ് ബട്ടർ പുരട്ടിയ ഒരു ബൗളിലോട്ട് എടുത്ത് ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുക. ഈ മാവ് ഏകദേശം ഡബിൾ സൈസ് ആവും. 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് എടുത്ത് 16 അല്ലെങ്കിൽ 24 ബോളുകളാക്കി എടുക്കുക. 16 ബോളുകളാക്കിയാൽ ഇത്തിരി വലിപ്പമുള്ള ഡിന്നർ റോളായിരിക്കും. 24 ബോളാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ബോളാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്പം മൈദ വിതറിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ പൊടി വെച്ച് നമുക്ക് ഇത് പകുതിയായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒരു പകുതി ഭാഗം എടുത്ത് അത് വീണ്ടും ചെറിയ ബോളുകളായിട്ട് മാറ്റുക. ഇങ്ങനെ ബോളുകളാക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കാനുണ്ട്. ഈ ബോളുകൾ നല്ലപോലെ ഉരുട്ടിയെടുത്താലും മാത്രമേ നമ്മൾ ഡിന്നർ റോൾ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ മുകൾ വശം കാണാൻ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നമ്മളുടെ റൈറ്റ് ഹാൻഡിലെ തള്ളവിരലിൽ ഈ ബോളൊന്ന് കുത്തി വെച്ചതിന് ശേഷം ഒന്ന് പൊക്കിയെടുക്കുക. ഇതുപോലെ 16 ബോളുകളോ 24 ബോളുകളോ ആക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്രേയിലോട്ട് ബട്ടർ പുരട്ടി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക്
നമുക്ക് ഓരോ ബോളുകളായിട്ട് നിരത്തി വയ്ക്കാം. ഈ ബോളുകൾ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ അകത്തി വയ്ക്കുക. കുറച്ചൊരു ഗ്യാപ്പിട്ട് വെച്ചില്ലെങ്കിൽ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതിന് വികസിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ ബോളുകളും ഇതിനകത്ത് നിരത്തി വയ്ക്കുക. ഇത് ഒരു ക്ലിൻ ഫിലിം കൊണ്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കുക. 2 മണിക്കൂറിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. ഏകദേശം 20-25 മിനിറ്റൊക്കെ ആകുമ്പം ഈ ഡിന്നർ റോളിൻ്റെ മുകൾ വശം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതാണ്. ആ സമയത്ത് ഇത് പുറത്തോട്ടെടുത്ത് നേരെ ഒരു വയർ റാക്കിലോട്ട് നിരത്തി വയ്ക്കുക. ഇതിൻ്റെ മുകളിലോട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബണ്ണാണിത്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.